ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഈ രണ്ട് ലോകങ്ങളുടെയും അതിരുകളിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന ചില പേരുകളുണ്ട്. അങ്ങനെ ഒരു പേരാണ് കല്ലന്താട്ടിൽ ഗുരുക്കൾ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻഡ്സ് ദാറ്റ് എക്കോ മലബാർ സീരീസിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 12ാമത്തെ കഥയായ കല്ലന്താട്ടിൽ ഗുരുക്കൾ. കല്ലന്താട്ടിൽ ഗുരുക്കൾ ഒരു ആധുനിക ചരിത്ര പുരുഷനല്ല. അദ്ദേഹത്തെക്കുറിച്ച് സർക്കാർ രേഖകളില്ല, കൊളോണിയൽ ആർക്കൈവുകളുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ ജനകീയ ഓർമ്മകളിലൂടെയാണ്, പ്രധാനമായും ഐതിഹ്യമാലയിൽ കൂടി തന്നെ. ഇവിടെ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഗുരുക്കൾ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു പദവിയാണ്. കളരിപ്പയറ്റിലും മർമ്മവിദ്യയിലും ചികിത്സാ അറിവിലും ഉയർന്ന പ്രാവീണ്യം നേടിയ അധ്യാപകർക്ക് സമൂഹം നൽകിയിരുന്ന ഒരു ആദരവുള്ള ഒരു പദവി. അതുകൊണ്ടാണ് കല്ലന്താട്ടിൽ ഗുരുക്കളുടെ ജനനനാമം നമ്മൾക്ക് ലഭ്യമല്ലാത്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഐതിഹ്യമാല ഒരു ചരിത്രരേഖാ പുസ്തകമല്ല എന്ന്. ഐതിഹ്യമാല ഒരു സാമൂഹിക ഓർമ്മക്കുറിപ്പാണ്. ജനങ്ങൾ ഓർത്തത്, പറഞ്ഞത്, വിശ്വസിച്ചത് അവയെല്ലാം ഒന്നിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥം. അതിൽ കളരിപ്പയറ്റ് വിദഗ്ധരും ആയുർവേദ വൈദ്യന്മാരും തന്ത്രവിദഗ്ധരും കവികളും നാടുവാഴികളും എല്ലാമുണ്ട്. കല്ലന്താട്ടിൽ ഗുരുക്കൾ അവരിൽ വെച്ച് ഏറ്റവും കഴിവുറ്റ ആയോധന അധ്യാപകരിൽ ഒരാളായിട്ടാണ് ഐതിഹ്യമാലയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇനി നമ്മൾക്ക് വേണ്ടി എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കോലത്ത് നാട്ടുകാരനായ ഒരു യുവാവ് ആയുധവിദ്യ അഭ്യസിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കോഴിക്കോട്ട് വന്നു ചേർന്നു. അവിടെ അക്കാലത്തെ 3ാം മുറ രാജാവ് വലിയ അഭ്യാസിയായിരുന്നതിനാൽ ഈ യുവാവ് അദ്ദേഹത്തെ ചെന്ന് കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. രാജാവ് സന്തോഷസമേതം ആ യുവാവിൻ്റെ അപേക്ഷയെ സ്വീകരിച്ചു. ഒരു നല്ല മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ ശിഷ്യനായി അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുവായ രാജാവ് ശിഷ്യനായ യുവാവിനോട്, ഇപ്പോൾ അങ്ങയെ പിടിക്കാനായി എത്ര പേര് വന്നാൽ തടുത്തു നിർത്താം എന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞത്, 10,000 പേര് വന്നാൽ ഒരു പ്രയാസവും കൂടാതെ ഞാൻ തടുത്തു നിർത്താമെന്നാണ്. അതുകൊണ്ട് മതിയായില്ല, കുറച്ചുകൂടി അഭ്യസിക്കണമെന്ന് പറഞ്ഞു. ആ യുവാവ് അതീവ ജാഗ്രതയോടുകൂടി പഠനം വീണ്ടും തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ 1 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗുരു ഇപ്രകാരം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 5,000 പേര് വന്നാൽ ഞാൻ തടഞ്ഞു നിർത്താം. ഇനിയും മതിയായില്ല എന്ന് അപ്പോൾ രാജാവ് പറഞ്ഞു. ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോഴും മേൽപ്രകാരം ഗുരു ചോദിക്കുകയും ശിഷ്യൻ 2,000 പേരെ തടുക്കാം, 1,000 പേരെ തടുക്കാം, 500 പേരെ തടുക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് ഗുരു ചോദിച്ചു. ഒരാൾ വന്നാൽ തടഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു എന്ന് ശിഷ്യൻ ഉത്തരം പറഞ്ഞു. ഇനിയും മതിയായെന്ന് തോന്നുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞത്. കുറച്ചുകൂടി പഠിക്കണം. ഈ ഗുരുശിഷ്യന്മാരുടെ മേൽ പറഞ്ഞ ചോദ്യോത്തരങ്ങൾക്ക് അല്പജ്ഞാനം അഹമ്മദിയ ഉണ്ടാക്കുന്നതാണെന്നുള്ള സൂചനയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമ്മൾക്കായി തരുന്നത്. ഇങ്ങനെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ ആ യുവാവ് ഒരു ഒന്നാന്തരം അഭ്യാസിയായി തീർന്നു. ഇനി പഠിച്ചത് മതി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിത്തുടങ്ങി. എങ്കിലും ഗുരു സമ്മതിച്ചില്ല. ശിഷ്യവത്സനായ ആ രാജാവ് പോരാ പോരാ, മെയ്യ് കണ്ണാകണം എന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും അഭ്യസിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ യുവാവ് രാവിലെ പതിവുള്ള പോലെ അഭ്യാസം കഴിഞ്ഞ് തേച്ച് കുളിക്കാനായി എണ്ണയൊക്കെ തേച്ച് പുറപ്പെട്ടു. ആ യുവാവ് അവിടെ ഇരുന്നൊരു മതിൽക്കെട്ടിനകത്തിരുന്നാണ് എണ്ണ തേച്ചത്. ആ മതിൽക്കെട്ടിന് പുറത്ത് 2 വശത്തുമായി ഓരോ കുന്തവും പിടിച്ചുകൊണ്ട് 2 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവിടെ ഒരു സ്ഥലത്ത് മറിഞ്ഞിരുന്ന് തൻ്റെ ശിഷ്യൻ പുറത്തേക്ക് വരുന്ന സക്കം നോക്കി ഈ പുറത്ത് കുന്തവും പിടിച്ചു നിന്നവരോട് ശിഷ്യനെ ആക്രമിക്കാൻ ആജ്ഞ കൊടുത്തു. ഗുരുവായ രാജാവ് വെളിയിലിറങ്ങി വന്ന് നോക്കിയപ്പോൾ 2 കുന്തത്തിൻ്റെയും അറ്റത്ത് എണ്ണ പറ്റിയും യുവാവിൻ്റെ ശരീരത്തിൽ തൊലി മുറിഞ്ഞിരിക്കുന്നതായും കണ്ടു. രാജാവ് വളരെ സന്തോഷിച്ചു പറഞ്ഞു, ഇതാണ് മെയ്യ് കണ്ണാകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അഭ്യാസം മതിയാക്കാം എന്ന് രാജാവ് പറഞ്ഞു. മെയ് കണ്ണാകണം എന്നതിൻ്റെ അർത്ഥം, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വീഴുന്നതിന് മുമ്പ് നമ്മൾ കണ്ണടക്കില്ലേ? അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല, അതൊരു റിഫ്ലക്സ് ആക്ഷനാണ് അല്ലേ? അതുപോലെ നമ്മുടെ ശരീരവും അപകടം കാണുമ്പോൾ
പ്രതികരിക്കണം എന്നതാണ് മെയ്യ് കണ്ണാകണം എന്നതിൻ്റെ അർത്ഥം. എന്തായാലും ആ യുവാവ് കുറച്ചു കാലം കൂടെ ഗുരുസന്നിധിയിൽ താമസിച്ച് തനിക്കുണ്ടായിരുന്ന സന്ദേഹങ്ങൾ പലതും തീർത്തതിന് ശേഷം ഗുരുദക്ഷിണയും കഴിച്ച് അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം പല രാജ്യങ്ങളും സഞ്ചരിച്ച് ക്രമേണ കായംകുളത്ത് ചെന്നു ചേർന്നു. ആ രാജ്യം അന്ന് തിരുവിതാംകോട്ടയ്ക്ക് ചേർന്നിട്ടില്ലായിരുന്നു. കായംകുളത്ത് രാജാവിനെ ചെന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടുത്തെ സൈന്യങ്ങളെ ആയോധന വിദ്യ അഭ്യസിച്ചുകൊണ്ട് കുറച്ചു കാലം അവിടെ കഴിഞ്ഞു. എന്നാൽ അധികം താമസിയാതെ അവിടുത്തെ രാജാവിൻ്റെ നടപടികൾ അദ്ദേഹത്തിന് അത്ര രസിക്കാത്തതിനാൽ അദ്ദേഹം അവിടെ നിന്ന് പോയി കളഞ്ഞു. പിന്നെയും പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം അദ്ദേഹം അക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ എഴുന്നള്ളി താമസിച്ചിരുന്ന പത്മനാഭപുരത്ത് ചെന്നു ചേർന്നു. അപ്പോൾ അവിടുത്തെ രാജാവ് പ്രസിദ്ധനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗിനേയനായ രാജാവിനെ ആയുധവിദ്യ അഭ്യസിക്കുന്നതിനായി അനേകം അഭ്യാസികളെ വരുത്തി പരീക്ഷിച്ചിട്ടും ബോധിക്കാതെ എല്ലാവരെയും പറഞ്ഞയച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന സമയമായിരുന്നു അത്. ഈ യുവാവ്, നമ്മുടെ കഥാനായകൻ, അവിടെ എത്തിയ ശേഷം മുഖം കാണിക്കണമെന്ന് ആഗ്രഹിച്ചു. വിവരം തിരുമനസ്സിലെ സേവകന്മാർ മുഖാന്തരം അറിയിച്ചു. അദ്ദേഹം ഒരു വലിയ അഭ്യാസിയാണെന്നും പ്രത്യേകം പറയണമെന്നും പറഞ്ഞു. സേവകർ ഈ വിവരമെല്ലാം തിരുമനസ്സിനെ അറിയിക്കുകയും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ യുവാവിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പല അഭ്യാസികളെയും പരീക്ഷിച്ച് തൃപ്തിയാകാതിരിക്കുന്ന സമയമായിരുന്നുവെന്നും അതിനാൽ വളരെ കഠിനമായ പല പരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ ഈ യുവാവിന് പോകേണ്ടി വന്നു. എന്തായാലും ഈ പരീക്ഷണങ്ങളിൽ എല്ലാം വിജയിച്ച ഈ യുവാവിനെ വളരെ വിസ്മയത്തോടും സന്തോഷത്തോടും കൂടിയാണ് മഹാരാജാവ് വരവേറ്റത്. അക്കാലത്ത് ബാലനായിരുന്ന രാമവർമ്മ രാജാവിനെ ആയുധാഭ്യാസം ചെയ്യിക്കുന്നതിനായി നമ്മുടെ ഈ കഥാനായകനെ കൽപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം ഈ യുവാവ് രാജഗുരുവായി തീരുകയാൽ അദ്ദേഹത്തിൻ്റെ തറവാട്ടേക്ക് ഗുരുക്കൾ എന്ന സ്ഥാനം കൊടുക്കുകയും അനേകം വസ്തുക്കളും കൽപ്പിച്ചു കൊടുത്തു. കല്ലന്താറ്റിൽ എന്നായിരുന്നു ഈ യുവാവിൻ്റെ ഭവനപ്പേര്, അതായത് വീട്ടുപേര്. അങ്ങനെയാണ് അദ്ദേഹം കല്ലന്താറ്റിൽ ഗുരുക്കൾ എന്ന പേര് സ്വീകരിച്ചത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരമായി എഴുന്നള്ളി താമസിച്ചു തുടങ്ങിയപ്പോൾ ഗുരുക്കളുടെ താമസവും തിരുവനന്തപുരത്തേക്കായി. അവിടെ അദ്ദേഹത്തിന് അനേകം സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത് കൂടാതെ പതിവായി പാർക്കുന്നതിന് ഒരു മഠവും കൽപ്പിച്ചു പണിയിച്ചു കൊടുത്തു. ഇപ്രകാരം അനേകം സ്ഥാനമാനങ്ങളും രാജസന്നിധിയിൽ നിന്ന് പലവിധത്തിലുള്ള ആദായങ്ങളും ലഭിച്ച അദ്ദേഹം തൻ്റെ കുടുംബത്തെ മുഴുവനും ഇങ്ങോട്ട് വരുത്തുകയും ഇപ്പോഴത്തെ തിരുവല്ലയിൽ ഭവനമുണ്ടാക്കി കുടുംബത്തെ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇതാണ് കല്ലന്താട്ടിൽ ഗുരുക്കൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കളരിസ്ഥാനം വളരെ നാളുകൾ കല്ലന്താട്ടിൽ ഗുരുക്കൾക്ക് തന്നെയായിരുന്നു. ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ വിസ്തരിക്കുന്ന വേറെയും സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഐതിഹ്യമാലയിൽ കല്ലന്താട്ടിൽ ഗുരുക്കളുടെ കഴിവും ബാലനായിരുന്ന രാമവർമ്മയെ ആയുധവിദ്യയിൽ നിപുണനായ ഒരു രാജാവാക്കി എങ്ങനെ മാറ്റി എന്നതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട്. ഈ ഐതിഹ്യമാലയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ശിഷ്യന്മാരുടെ യോഗ്യത ഗുരുക്കന്മാരുടെ യോഗ്യതയ്ക്ക് ദൃഷ്ടാന്തമാകുകയാൽ രാമവർമ്മ മഹാരാജാവിന് സിദ്ധിച്ച എല്ലാ കഴിവുകളും ഗുരുക്കളുടെ ശിക്ഷണത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് കൊട്ടാരത്തിൽ ശങ്കരൻ വിശേഷിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതൊരു പ്രത്യേകിച്ചൊരു ക്ലൈമാക്സ് എന്നുള്ളൊരു കഥയല്ലായിരുന്നു, ഒരു സാധാ കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണമുണ്ട്. കല്ലന്താട്ടിൽ ഗുരുക്കൾ സാംസ്കാരികമായി അതീവ പ്രാധാന്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് പ്രത്യക്ഷനായിരിക്കാം, പക്ഷേ ഓർമ്മയിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഐതിഹ്യമാലയിലെ ഈ കല്ലന്താട്ടിൽ ഗുരുക്കൾ എന്ന ഈ കഥ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, കേരളം കണ്ട എല്ലാ ഗുരുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നൊരു കഥയാണിത്. 14 മുതൽ 19 നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഗുരുക്കൾ വെറും കളരി പഠിപ്പിച്ചിരുന്ന ആളുകൾ മാത്രമായിരുന്നില്ല. അവർ നാട്ടിലെ യോദ്ധാക്കളെ പരിശീലിപ്പിച്ചു, സാമന്ത സൈന്യങ്ങളെ ഒരുക്കുകയും യുദ്ധപ്പരിക്കുകളിൽ ചികിത്സ നൽകുകയും സമൂഹത്തിലെ ശാസനവും ക്രമവും നിലനിർത്തുകയും അറിവ് ഗുരുകുല സമ്പ്രദായത്തിൽ കൈമാറിയും. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ അന്നത്തെ കേരളത്തിലെ അധികാര സ്ഥാപനങ്ങളായി നിലകൊണ്ടത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നു. സ്വകാര്യ സൈന്യങ്ങൾ അവർക്ക് ഭീഷണിയായി. അതിനാൽ കളരികൾ നിയന്ത്രിക്കപ്പെട്ടു. ഗുരുക്കന്മാരുടെ രാഷ്ട്രീയ ശക്തി പതുക്കെ പതുക്കെ ഇല്ലാതായി. പക്ഷേ ഗുരുക്കന്മാരുടെ അറിവ് ഇല്ലാതായില്ല. യുദ്ധവിദ്യ കുറഞ്ഞു,
ഭക്ഷ്യചികിത്സയും ശരീരവിദ്യയും തുടരുന്നു. അവിടെയാണ് ഇന്നത്തെ കളരി ആയുർവേദ പാരമ്പര്യത്തിന് പ്രാധാന്യമുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഐതിഹ്യമാല ഒരു ചരിത്രരേഖയല്ല, അതൊരു സമൂഹത്തിൻ്റെ ഓർമ്മയാണ്. കല്ലന്താട്ടിൽ ഗുരുക്കൾ ഒരു മനുഷ്യനായി അല്ല നാം കാണേണ്ടത്, അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. കേരളത്തിൽ ഇന്നുള്ള എല്ലാ കളരികൾക്കും കളരി ഗുരുക്കന്മാർക്കും ഞാൻ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു.